ഇന്ന് നമ്മൾ തനി നാടൻ ബീഫ് ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 600 ഗ്രാം ബീഫാണ് എടുത്തത്. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെച്ചതാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീഫിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ബീഫ് വേവിച്ചെടുക്കണം. ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിൽ ബാക്കി വരുന്ന വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബീഫ് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെള്ളം ഇതിൽ ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബീഫ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്